എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള SSC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അഡ്മിഷനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം, അതുപോലെ തന്നെ കോട്ടയം, കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് 2024-25 പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ഓപ്ഷണൽ വിഷയങ്ങളായും അതുപോലെ ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായിട്ടും 40% മാർക്കോടുകൂടി +2 പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. +2 യോഗ്യതയ്ക്ക് ശേഷം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള സ്കൂളുകളിൽ നിന്നും ANM കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ രജിസ്റ്റേർഡ് ANM നഴ്സുമാർ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഇവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു +2 സയൻസ് പഠിച്ചവരുടെ അഭാവത്തിൽ മറ്റ് വിഷയങ്ങളിൽ +2 വിജയിച്ചവരുടെ അപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ അപേക്ഷകർ 2024 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയാക്കുന്നവരും 35 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം. ANM കോഴ്സ് പാസ്സായവർക്ക് പ്രായപരിധി ബാധകമായിരിക്കില്ല. അതുപോലെ 5% സീറ്റുകൾ കോഴ്സിന് അനുയോജ്യരാണെന്ന് വിലയിരുത്തുന്ന 40 മുതൽ 50% വരെ അംഗപരിമിതർക്കുള്ളവർക്കായി ലോവർ എക്സ്ട്രീമിറ്റി സംവരണം ചെയ്തിരിക്കുന്നുണ്ട്. അപേക്ഷാ ഫോറം പ്രോസ്പെക്ടസും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും www.dme.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസായിട്ടുള്ള 100 രൂപ 0210-03-105-99 എന്ന ശീർഷകത്തിൽ ട്രഷറിയിൽ അടക്കേണ്ടതും പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം അസൽ ട്രഷറി ചലാൻ സമർപ്പിക്കേണ്ടതുമാണ്. ട്രഷറി ചലാൻ്റെ ഫോട്ടോ കോപ്പി സ്വീകരിക്കുന്നതല്ല. പൂരിപ്പിച്ച അപേക്ഷ ഫോട്ടോ പതിപ്പിച്ച് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ അസൽ ട്രഷറി ചലാൻ, അതുപോലെ നിങ്ങളുടെ അപേക്ഷ ഫോം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. അതിനുശേഷം അസൽ ട്രഷറി ചലാൻ, അതുപോലെ SSLC +2 ഓർ തത്തുല്യം, ജാതി, സ്വദേശം ഓർ താമസം, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നീ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ ഒരു ANM ഉദ്യോഗാർത്ഥികൾ, ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ ANM മാർക്ക് ലിസ്റ്റ്, ANM സർട്ടിഫിക്കറ്റ്, KNMC രജിസ്ട്രേഷൻ മുതലായവയുടെ പകർപ്പുകൾ ഉൾപ്പെടെ പ്രോസ്പെക്ടസ് ഖണ്ഡിക 17 പ്രകാരം 2024 ജൂലൈ 25 മുമ്പായിട്ട് തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈകി കിട്ടുന്നതും നിർദ്ദിഷ്ട രീതിയിൽ പൂരിപ്പിക്കാത്തതും ആയിട്ടുള്ള ഫീ കൃത്യമായിട്ടുള്ള ശീർഷകത്തിൽ ഒടുക്കാതെ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതും ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് നോക്കാം. പ്രിൻ്റ് ഔട്ടല്ല, ആപ്ലിക്കേഷൻ ഫോം നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു dme.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ ഉള്ളത്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേര്, സർട്ടിഫൈ ദാറ്റ് ദിസ് ഫോട്ടോഗ്രാഫി ഈസ് ദ ട്രൂ ലൈക്ക് ഓഫ്, എന്നിട്ട് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് ഓഫ് എന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ സിഗ്നേച്ചർ ഓഫ് ദ ഐഡൻറ്റിഫയിങ് ഓഫീസർ, അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഐഡൻറ്റിഫയിങ് ഓഫീസർ എന്നിവ നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗം നിങ്ങളല്ല, ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്യുന്നവരാണ് പൂരിപ്പിക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിങ്ങളല്ല പൂരിപ്പിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേരല്ല, അറ്റസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ റിലീജിയൻ ആൻഡ് കാസ്റ്റ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അക്കത്തിൽ, അതുപോലെ തന്നെ ഇവിടെ അക്ഷരത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും ഡിസ്ട്രിക്റ്റും പിൻകോഡും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻറ്റിലെ അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇവിടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ഫീ റെമിറ്റൻസ്, നിങ്ങൾ ഈ ഒരു ചലാൻ നമ്പറിലാണ് ഈ ഒരു പൈസ അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര പൈസയാണ് അടച്ചത്, 100 രൂപയാണ് അടക്കേണ്ടത്. അതുപോലെ തന്നെ ട്രഷറി ചലാൻ നമ്പർ ആൻഡ് ഡേറ്റ്, നെയിം ഓഫ് ട്രഷറി, ഏത് ട്രഷറിയിലാണ് അടച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കേരളത്തിലാണോ ജനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രക്ഷിതാക്കൾ കേരളത്തിലാണ് ജനിച്ചതെന്ന് തെളിയിക്കാനായിട്ടുള്ള SSLC, അതുപോലെ തന്നെ ഈ ഒരു SSLC, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു ജനന സർട്ടിഫിക്കറ്റുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ബിലോങ്സ് ടു SC ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേതാണെന്നാൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നാൽ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പല്ല, ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. നെയിം ഓഫ് എക്സാമിനേഷൻ, രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി ഓർ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ നെയിം ഓഫ് കോളേജ് ഓർ സ്കൂൾ വൈസ് സ്റ്റാൻഡേർഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ടോട്ടൽ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ
അതായത് ടോട്ടൽ ഫോർ ഓപ്ഷണൽസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ ഫോർ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ട് ഇടുക എന്നുള്ളതാണ്. അതിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം നോൺ സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ANM സ്റ്റുഡൻറ്റ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ ആണ്, അത് നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവ ഇടുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ ഒരു അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ കാര്യാലയത്തിലേക്ക് അത് അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.